നാടക അവാർഡ് 2008 അടുത്തതായി രാജസേനൻ വടുതല നാടകം ഭൂമിയിലെ മാലാഖമാർ. പവിത്രൻ എവിടെയുണ്ടെന്ന് അറിയണം. അതായത് ഞാൻ എന്റെ ശിഷ്യനെ ഒറ്റിത്തരണം അല്ലേ? ഞാനും പവിയും തമ്മിലുള്ള ബന്ധം അറിയോ നിനക്കൊക്കെ? പക്ഷേ 30 വെട്ട് ഗ്ലാസ് കള്ളിന് ഞാൻ എന്റെ ശിഷ്യനെ നിങ്ങൾക്ക് ഒറ്റിത്തരാം. കള്ള് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. എനിക്കതൊരു പ്രശ്നമാണ്. കള്ളൊരു പ്രശ്നമാക്കണ്ട. പവിത്രൻ എവിടെ ഒന്ന് പറഞ്ഞു എന്നേച്ചാ മതി. എന്നാ പോട്ടെ, വണ്ടി കുന്നുംപുറം ഷാപ്പിലേക്ക്. ഇയാൾ എന്നെ ഇവിടെ രക്ഷിക്കണം. പവിത്രനെ കൊണ്ട് നാടകം എഴുതിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഒരു കൊട്ടേഷൻ ടീമിന്റെ ഞാൻ 5001 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. അവരുടെ കയ്യിലെങ്ങാനും എന്നെ കിട്ടിയ എരിശേരിക്ക് ഇളവൻ അരിയുന്ന പോലെ അരിഞ്ഞുകളെ. നാടകം പോയിട്ട് പവിത്രനെ കാണാൻ കൂടി കിട്ടിയിട്ടില്ല. ഗോപാല, ഈ മുള്ളുമുറിക്കിനെ എടുത്ത് തലേ വെക്കണോ? എന്നാ ചെയ്യാൻ? നമ്മുടെ പവിത്രന്റെ അളീനായി പോയില്ലയോ? പവിത്രന്റെ അളീന? അതെ. എന്നാ പിന്നെ നേരത്തെ പറയണ്ടാ. എന്നാ വണ്ടി കുന്നുംപുറം ഷാപ്പിലേക്ക് പോട്ടെ. ഇവിടെ കടലിലേക്ക് ഓസിട്ട പോലെയാണല്ലോ. ഗോപാൽ, ഈ പിക്കപ്പിൽ പോയാൽ അടുത്ത റേഞ്ചിൽ നിന്ന് കള്ളിറക്കേണ്ടി വരും. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോ ഓർമ്മ പോയിട്ട് ഇവിടെ കൊഞ്ഞു ചോട്ടാ. ഓർമ്മ പോകുന്നതിന് മുമ്പ് ആശാനെ പവിത്രൻ എവിടാന്ന് വെച്ചൊന്ന് പറ. ഓർമ്മ പൂവേ മോനെ, സിമന്റും തേരട്ടയും തേരട്ടാന്ന് പറഞ്ഞപ്പോ തേരട്ട ഇതൊക്കെ ഇട്ട് വാറ്റിയ ഒരു ഫുൾ കുപ്പി അകത്താക്കി സുന്ദര രാമസ്വാമിയുടെ കൂത്തുപട്ടറയിൽ കുറുവഞ്ചി നാടകവും ചിലപ്പതികാരവും ഒരക്ഷരം പിഴയ്ക്കാതെ കളിച്ചിട്ടുള്ളവനായി ഞാൻ. അതും സാക്ഷാൽ ശിവാജി ഗണേശനും നവാബ് രാജമാണിക്യവും സദസ്സിലിരിക്കുമ്പോ ഏതു വേന്ദ്രന്റെ ഏല് മുട്ടുവിറക്കും. നിങ്ങൾ കരിപ്പുടിത്തായ കാളയെ കുളിർത്തായ അളെ വந்தாയ കാളയിലെ വந்தாയ. ഇതൊക്കെ ഓവർ ആക്ടിങ്. അവൻ നേരുലകും വരും വാനുലകും വരും മുടുക്ക പിടിക്കത് മുടിയാത്. അതേ കിടക്കും ജലപ്പതികാരൻ. എന്തൊക്കെയായിരുന്നു? കുത്തിപ്പൊട്ടറൈ, കുറവനും കുറത്തിയും, രാജവാണിക്യം, ചോട്ടാ മുംബൈ, അമ്മയുടെ നായർ. പറ ആശാനെ, ഏത് തുരുത്തിലാവൻ പോയി ഒളിച്ചിരിക്കുന്നേ? അവൻ ഉഗ്രമൂർത്തിയാ. മദ്യസേവ കൊണ്ട് മാത്രം അവൻ വരില്ല. ഞാൻ അവനെ പാടി വരുത്തും. ജീവിതത്തിന്റെ നേരും നിറവും പൊലിപ്പിച്ച് പാടി ആവാഹിച്ചു വരുത്തും ഞാൻ അവനെ. ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് നിന്നെയും കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് വന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇവിടെ ചിലർക്കൊക്കെ ഷേക്സ്പിയർ നാടകം എഴുതിയാലേ തൃപ്തിയാകത്തുള്ളൂ. ആ എഴുതിക്കൊണ്ട് വന്ന മഹാഭാരതം ഒന്ന് പാരായണം ചെയ്യൂ ബ്രദർ. വേണ്ട, പതിവൊന്നും തെറ്റിക്കണ്ട. മോൻ തന്നെ വായിച്ചാ മതി. അതൊരു എഴുത്തുകാരന്റെ അവകാശ. എനിക്ക് തീരെ മൂടില്ല. ഗോപാലേട്ടൻ തന്നെ അങ്ങോട്ട് വായിച്ചാൽ മതി. ഇതിലെങ്കിലും ഡയലോഗ് ഉണ്ടാണേ. ഇത് മുഴുവൻ ബ്ലാങ്ക് ആണല്ലോ പവിത്ര. ആ, ഇതുപോലെ തന്നെ എന്റെ മനസ്സിപ്പോ കംപ്ലീറ്റ് ബ്ലാങ്കാ. അപ്പൊ നീ നാടകം എഴുതാനല്ലേ പോയേ? എഴുതാനൊക്കെ തന്നെയാ പോയത്. പക്ഷെ എനിക്ക് എഴുതാൻ പറ്റിയ ഒരു ജീവിതവും ഞാൻ എവിടെയും കണ്ടില്ല. എടാ, ജീവിതം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രതിഭ ഇല്ലാഞ്ഞിട്ടാ. പ്രതിഭ പറ്റത്തില്ലെങ്കിൽ എഴുന്നേറ്റ് പോവാൻ പറ ഗോപാല. എഴുതാൻ ഇവിടെ വേറെ ആമ്പിള്ളാരുണ്ട്, നീ അല്ല. അത് ഇതും പറഞ്ഞ് നിന്നെ വാക്കരട്ടിക്കുന്നേ. ഇനി ചെയ്യാനുള്ള എന്താ വെച്ചാൽ അത് ആലോചിക്കുക. 100 കൂട്ടം പണികൾ കിടക്കുക. റിഹേഴ്സൽ തുടങ്ങണം, നൊട്ടേഷൻ എടുക്കണം, മ്യൂസിക് കമ്പോസ് ചെയ്യണം, ഷോക്കാർഡ് അടിക്കണം. എല്ലാത്തിനും കൂടി തൊട്ടിച്ച് ഒരു മാസേ ഉള്ളൂ. അപ്പൊ ഈ സീസണിൽ നാടകം നടക്കും. എന്റെ ഒരു കഥാപ്രസംഗമായല്ലോ. ഒതളങ്ങാ വിഴുങ്ങിയ ചെല്ലമ്മ. മോനെ പവിത്ര, ഒരാഴ്ച കൂടി നമുക്ക് ക്യാമ്പ് നീട്ടാം. പക്ഷെ 7-ാം ദിവസം ഫുൾ സ്ക്രിപ്റ്റ് തരണം നീ. അങ്ങനെ ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരുന്ന് എഴുതാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഗോപാലേട്ടൻ. ഗോപാലൻ പേടിക്കേണ്ട. PJ-യുടെ കാലത്ത് സ്ക്രിപ്റ്റ് ഇല്ലാതെ പോലും ഞങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട്. ആരാ PJ? കഥകളി. എടാ പോടാ. എടോ, എന്റെ നാടക കുലപതി, എന്റെ ദൈവം PJ ആന്റണി, എന്റെ PJ. ഗോപാല, ഇവനോട് എന്തെങ്കിലും 4 അക്ഷരം എഴുതി വെച്ചിട്ട് പോകാൻ പറ. ബാക്കി ഞാൻ ഡെവലപ്പ് ചെയ്തോളാം. എന്നിട്ട് മഹാസാഹിത്യകാരൻ വീരഭാസൻ അവർകൾ എഴുതിയതൊന്നും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ബാസേട്ടനെ കൊച്ചാക്കൊന്നും വേണ്ട. ബാസേട്ടന് അയച്ചു കൊടുത്തത് കത്തിച്ചപ്പോൾ പത്രാഫീസിന് എന്തായിരുന്നു വെളിച്ചം? മനുഷ്യവിടെ തീ തിന്നോണ്ടിരിക്കുമ്പോഴാ എല്ലാരും കൂടി എന്നെ അങ്ങോട്ട് കൊല്ല്. അപ്പൊ എല്ലാവർക്കും സമാധാനാവും. നിനക്ക് എഴുതാനൊരു തീമും കിട്ടും. ഏതായാലും ഇവിടെ എഴുത്ത് നടക്കത്തില്ല. ആദ്യം നിനക്ക് വേണ്ട ഇത്തിരി സ്വസ്ഥതയാ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മൾ ഇവനെയും കൊണ്ട് ശാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു.
എഴുത്ത് പൂർത്തിയായിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. അല്ല ഞാനിപ്പോ ഇവിടെ നിന്ന് ശരിയാവില്ല. ശരിയാവും. അളിയനെ കൊണ്ട് എഴുതിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞങ്ങൾ നിന്നോളാം കാവലിന്. അളിയ സഞ്ജയ് കിടി പിടിക്ക് എടുത്തോ പോ. ഗോപാലേട്ടാ നീ ഇനൊന്നും പറയണ്ട, നമ്മൾ പോകുന്നു. അടിപൊളി സീനറി. എങ്ങനെയുണ്ട് മോനെ സ്ഥലം? നന്നായിരിക്കും. മലരണി കാടുകൾ ഇവിടെ പാടില്ല, കുറച്ച് നാളിവിടെ താമസിക്കണ്ട. ഒന്ന് പിടിച്ചാണ് എന്ത് കനോടെ ഈ കനമെന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അതുകൊണ്ട് തന്നെ അതൊരു അസത്യവുമാണ്. ഗുരുത്വാകർഷണ ബലവും പിണ്ടവും ചേർന്ന് സൃഷ്ടിക്കുന്ന മായയാണ് കനം. ആത്യന്തികമായി അതൊരു തോന്നലാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു? നല്ല ഭാരം. ഇതിന്റെ പേരാണ് കനം. ഇതൊക്കെ സ്വന്താന്നേ. അത് ശരി, എന്നാ പിന്നെ ഇതൊക്കെ വിട്ടിട്ട് ടൗണിൽ കുറച്ച് സ്ഥലം മേടിച്ചൂടെ? വിൽക്കണമെന്നുണ്ട്, പക്ഷെ സമ്മതിക്കണില്ല. സ്ഥലത്തിന്റെ ഓണറേ. ഇതെന്ത് സാധനം? സുഗുണ ഇതിലേതാ നീ? ഞാൻ തന്നെ. എവിടെ പോയാലും എന്നെ ഇരിക്കാൻ ഒരാളുകൾ വരും. മിമിക്കാർക്കൂടി ഞാൻ തോറ്റു. സുഗുണൻ തന്നെ. എടുത്തിയേ. ഇതാണ് ഫിലോമിന എടുത്തി. ഇനി മുതൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏടത്തിയായിരിക്കും. ഞാൻ വിശ്വപ്രശസ്തനായ കാഥികൻ തൂത്തുക്കുടി തുളസിദാസ്. കേട്ടിട്ടില്ലല്ലോ. അതൊക്കെ പോട്ടെ. എനിക്ക് പ്രഭാതത്തിൽ ബെഡ് കോഫിയോടൊപ്പം 2 പുഴുങ്ങിയ താറാമുട്ട, 9 മണിക്ക് ചിക്കൻ ഫ്രൈ, 11 മണിക്ക് മട്ടൻ പുലാവ്. ഇങ്ങനെ തിന്നണം തൂറണം വിചാരം മാത്രമേ ഉള്ളൂ. ഇവിടെ സുഖവാസത്തിന് വന്നല്ല. ക്ഷമിക്കണം. എടുത്തി ഇവരാണ്. മനസ്സിലായി, ഷേക്സ്പിയർ പവിത്രൻ. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു മാസം കഴിയുമ്പോ ഞങ്ങൾക്ക് അവിടെ റിഹേഴ്സൽ തുടങ്ങണേ. ആ കാര്യം ഞാൻ ഏറ്റു. എന്റെ കപ്പ പുഴുങ്ങിയതും കാന്താരി മുളക് അരച്ച ചമ്മന്തി കൂട്ടിയ കഥയൊക്കെ താനെ വരും. വരും. നേരെ വിളക്കുമ്പോ വയറ്റിൽ നിന്ന് ചോര വരും. ഈ പെട്ടി എടുത്ത് വെച്ച്. അല്ല പിന്നെ അപ്പൊ ഈ പെട്ടി പെട്ടി എന്ത് പറ്റി? എടാ പെട്ടി അല്ല പെട്ടിന്നേ. ആ പെട്ടി എടുത്തിട്ട് വാടാ ഗോപാല. എടാ പട്ടികളെ. മനോഹരമായി. ഒറ്റ ലേഡീസ് കഷ്ടം. മോനെ പവിത്ര, അവിടത്തെ പോലെ ശല്യം ഒന്നും ഉണ്ടാവില്ല നിനക്ക് ഇവിടെ. ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാം. സഹായത്തിന് മോട്ടിയും സുഗണ്ണൊക്കെ ഉണ്ടാവും. ഞാനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിച്ചാ മതി. എടുത്തേ പോ, ഞങ്ങൾ ഇറങ്ങുവാ. അപ്പൊ ഞാനിവിടെ വേണ്ടേ? എന്നാതിന്? അല്ല, പയ്യൻ പോലെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടായാൽ അത് മാറ്റാൻ ഞാൻ വേണമല്ലോ. അതിനല്ലേ ഞാൻ. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലേ. ഇത് ഞാൻ ഏറ്റ കേസല്ലേ. കഥയൊക്കെ ഏതാണ്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് കടലാസിലേക്ക് പകർത്തിയാൽ മതി. മൊത്തം 18 കഥാപാത്രങ്ങൾ. ഒരു വക്കീല്, ഒരു മീൻകാരൻ, ഒരു പാൽക്കാരൻ, ഒരു തോട്ടി. ഇതൊരു സിനിമയല്ല, ചെറിയ ബഡ്ജറ്റ് ഉള്ള ഒരു നാടകം. അപ്പൊ പാൽക്കാരൻ തന്നെ മീനും വിൽക്കേണ്ടി വരും. ബഡ്ജറ്റ് ഇനിയും കുറയ്ക്കണമെങ്കിൽ മീൻ വിറ്റ് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ അയാൾ വക്കീൽ പണിക്ക് പോയിക്കോട്ടെ. അതൊക്കെ ഞാൻ എഴുതി കൂട്ടി തരാന്നേ. താൻ എങ്ങനെ പേപ്പറിലോ പേനയിലോ തൊട്ട തന്റെ കൈ ഞാൻ തല ഞാനും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. വീട്ടിൽ വല്ലതും പറയണോ സുഗുണ? വീട്ടിലൊന്നും പറയണ്ട. പിന്നെ ആ പാലത്തിന്റെ ഇറക്കൽ സുനന്ദയെ കാണുകയാണെങ്കിൽ ഇന്നു മുതൽ പിറകിലെ വാതിലിന്റെ ഓടാമിട്ട് കിടക്കാൻ പറയണം. കള്ളന്മാര് ഭയങ്കര ശല്യം. ഞാൻ നാട്ടിലുള്ളപ്പോൾ അവൾക്കൊരു ധൈര്യമായിരുന്നു. പാവം. അവത്തിന് കാവല് പിശാച്ച്. പാടാ എന്റെ പീജേ. എന്തെല്ലാം കണ്ടാലാ 10 നാടകം കളിക്കുന്നത്.